ഓം ശ്രീ മഹാദേവിയെ നമഃ. നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ 600 വരെയുള്ള നാമാർത്ഥങ്ങളാണ് അറിഞ്ഞത്. ഇന്ന് നമുക്ക് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ 601 മുതൽ 621 വരെയുള്ള നാമങ്ങളുടെ അർത്ഥങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് നാമശ്ലോകം ഒന്ന് ചൊല്ലാം. അതിനുശേഷം നാമാർത്ഥങ്ങളൊന്ന് നോക്കാം. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ശ്രീ പരാശക്തിയേ നമഃ. ധരാന്ധോളിത ദീർഘാക്ഷീധരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തി ഗുണനിതിർഗോ മാതാ ഗുഹജന്മഭൂ ദേവേശീ ദണ്ഡനീതിസ്താതകരാകാശരൂപിണി പ്രതിപന്മുഖ്യരാകാന്തതിഥി മണ്ഡല പൂജിത കലാത്മിക കലാനാഥ കാവ്യലാഭാവിനൂതിനി സജാമരമാവാണി സവ്യദക്ഷിണ സേവിത ആദിശക്തി രമേ ആത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീ ദിവ്യ വിഗ്രഹ. ഈ ശ്ലോകത്തിന്റെ നാമങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ആദ്യത്തെ നാമമായിട്ട് വരുന്നത് ധരാന്തോളിത ദീർഘാക്ഷിയെ നമ എന്നാണ്. ധരാന്തോളിതം എന്നാൽ മന്ദമായിട്ട് ഇളകുന്ന എന്ന് നാമാർത്ഥം വരുന്നുണ്ട്. അതുപോലെ ദീർഘാക്ഷി എന്നാൽ നീണ്ട കണ്ണുകളോടുകൂടിയ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ദേവിയുടെ കണ്ണുകളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മന്ദമായിട്ട് ചലിക്കുന്ന നീണ്ട കണ്ണുകളോടുകൂടി മനോഹരിയായ ദേവിയെ കുറിച്ച് നാമാർത്ഥം സൂചിപ്പിക്കുന്നു. അടുത്ത നാമം നോക്കാം. ധരഹാസോജ്വലന്മുഖേ നമ. ധരഹാസോജ്വലന്മുഖി എന്ന് പറഞ്ഞാൽ മന്ദമായിട്ട് പുഞ്ചിരിക്കുന്ന ദേവിയെ കുറിച്ച് പറയുന്നു. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. നമ്മൾക്ക് എല്ലാവർക്കും പുഞ്ചിരിക്കാനാണ് മടിയല്ലേ? ഒരു പുഞ്ചിരി കൊണ്ട് നമ്മുടെ ഒരു ദിവസത്തെ ഒരു പ്രകാശപൂരിതമാക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ കഴിവതും എല്ലാവരും അന്യനും പുഞ്ചിരിക്കാൻ ശ്രമിക്കുക. മൃദുവായ പുഞ്ചിരിയാൽ പ്രകാശപൂരിതയായ ദേവി എന്നാണ് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. അടുത്ത നാമം നോക്കാം. ഗുരുമൂർത്തിയെ നമ. ഗുരുവിന്റെ രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. അജ്ഞാനത്തെ അകറ്റി ബ്രഹ്മത്തെ പ്രദാനം ചെയ്യുന്ന ഗുരുസ്വരൂപിണിയായ ദേവിയെ കുറിച്ചാണ് നാമാർത്ഥം പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ദേവിയെ ഗുരുമൂർത്തിയെ എന്ന് പറയാം. ഗുണനിധയേ നമ. ഗുണങ്ങൾക്ക് ഇരിപ്പിടമായ ദേവിയാണ്. നമുക്കറിയാം 3 ഗുണങ്ങളോടുകൂടിയവരാണ് എല്ലാവരും അല്ലെ? സത്വം, രജം, തമോ ഗുണം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനപരമായ രൂപമാണ് ദേവി എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഗോമാത്രേ നമ. ഗോമാത്രേ എന്നാൽ ഗോക്കളുടെ മാതാവായ ദേവി അല്ലെ? പശുക്കളുടെ എല്ലാം അമ്മയാണ്. അതുപോലെ ഗോകുലത്തിന് മാതാവായ ദേവി എന്നും അർത്ഥമുണ്ട്. സുരഭി, കാമധേനു തുടങ്ങിയ ഗോക്കൾക്കെല്ലാം മാതാവായവളാണ്. അപ്പൊ അതെല്ലാം ആ നാമാർത്ഥത്തിൽ വരുന്നുണ്ട്. ഗുഹജന്മഭുവേ നമ. ഗുഹൻ എന്നാൽ സുബ്രഹ്മണ്യൻ എന്നർത്ഥമുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യന്റെ മാതാവായ അമ്മ അല്ലെ? അപ്പൊ അങ്ങനെ ഒരർത്ഥം. അവിദ്യാബന്ധിതരായ ജീവജാലങ്ങൾക്കും ഗുഹൻ എന്ന അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അർത്ഥവും അവിടെ വരുന്നുണ്ട്. അങ്ങനെ അവരുടെ മാതാവായ ദേവി എന്ന നാമാർത്ഥവും ഇവിടെ സൂചിപ്പിക്കുന്നു. അടുത്ത നാമം എന്താണെന്ന് നോക്കാം. ദേവേശിയെ നമ. ദേവന്മാർക്കും ഈശ്വരിയായിട്ടുള്ളവൾ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള അമ്മേനെയാണ് ദേവേശിയെ നമ എന്ന നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. അടുത്ത നാമം നോക്കാം. ദണ്ഡനീതിസ്ഥായേ നമ. ദണ്ഡനീതി എന്നാൽ കണിശമായ രീതിയിൽ പ്രവർത്തിക്കുന്നവൾ എന്നർത്ഥം. എന്തായിരിക്കും കണിശമായ രീതി എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ എല്ലാം കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ, അത് കർമ്മങ്ങൾ എന്ത് തന്നെയായാലും, അതായത് അത് നന്മയായാലും തിന്മയായാലും അതിനുള്ള രക്ഷയും ശിക്ഷയും ദേവി തന്നെയാണ് എന്ന് നാമാർത്ഥം സൂചിപ്പിക്കുന്നു. നമുക്കറിയാം,
കർമ്മങ്ങൾ എന്ത് നമ്മൾ ചെയ്താലും അതിൻ്റെ എത്രത്തോളം ഗുണവും നന്മയും അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് അതിന്റെ ഫലം വരിക, അല്ലെ? അപ്പൊ നല്ലത് ചെയ്താൽ നല്ലത് വരും എന്ന് പറഞ്ഞ പോലെ തിന്മ ചെയ്താൽ അതിനുള്ള ഫലവും നമുക്ക് ഉറപ്പാണെന്ന് സാരം. അത് ഏത് ജന്മാന്തരങ്ങളിൽ കൂടെ കടന്നുപോയാലും ആ വിധി എന്നത് തീർച്ചയായും സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ ആ അടിസ്ഥാനത്തിലാണ് ആ നാമത്തെ സൂചിപ്പിക്കുന്നത്. ദഹരാകാശരൂപിണ്യേ നമ. സൂക്ഷ്മമായ ഹൃദയാകാശത്തിൽ വസിക്കുന്നവൾ, അല്ലെ? ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മളുടെ ഹൃദയത്തിലേക്ക്, ഹൃദയം തന്നെ ബ്രഹ്മമാണെന്നാണ് പറയുന്നത്, ഹൃദയത്തിലേക്ക് നോക്കി നമുക്ക് ധ്യാനിക്കാൻ കഴിയും, ദേവിയെ അറിയാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള രൂപത്തോടു കൂടിയ ദേവിയെയാണ് നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. നമുക്ക് അടുത്ത നാമം നോക്കാം. പ്രതിപന്മുഖ്യരാഗാന്ത ദിതി മണ്ഡല പൂജിതായേ നമ. ഓരോ തിഥിക്കും ഓരോ അതിദേവതകളുണ്ടല്ലേ? പ്രഥമ മുതൽ പൗർണമി വരെയുള്ള തിഥികൾക്കെല്ലാം അതിദേവതയായിട്ടിരിക്കുന്ന ദേവിയെ, ഈ ദിതി ദേവതകളാൽ സേവിക്കപ്പെടുന്നവൾ അല്ലെങ്കിൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നു. അടുത്ത നാമം നോക്കാം. കലാത്മികായേ നമ. കലാസ്വരൂപിണിയായ ദേവിയെ കുറിച്ചാണ് നാമം പറയുന്നത്. എന്തൊക്കെ കലകളായിരിക്കും? 16 ചന്ദ്രക്കലകൾ, 12 സൂര്യകലകൾ, 10 അഗ്നികലകൾ, അതുപോലെ 64 ഭൗതിക കലകൾ എന്നിവ ചേർന്നാണ് കലാസ്വരൂപം എന്ന് പറയാം, അല്ലെ? അപ്പൊ ഇതെല്ലാം ചേർന്ന ദേവിയെയാണ് കലാത്മികായ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. കലാനാഥായേ നമ. കലകളുടെ എല്ലാം നാഥയായിട്ടിരിക്കുന്നവൾ. അതായത് ചന്ദ്രകലയാണെങ്കിൽ ആ ചന്ദ്രകലാസ്വരൂപിണിയായ ദേവി എന്നൊക്കെ നാമാർത്ഥം പറയാം. അതായത് ചന്ദ്രമണ്ഡലത്തിൽ ചന്ദ്രരൂപിണിയായ ദേവിയെ, ആ നാമാർത്ഥവും ഇതില് അന്വർത്ഥമാണ്. അടുത്ത നാമം നോക്കാം. കാവ്യലാഭ വിനോദിന്യൈ നമ. കാവ്യപാരായണത്തിൽ സന്തോഷിക്കുന്നവളായ ദേവി എന്ന് നാമാർത്ഥം. സജാമരമാവാണി സവിദക്ഷിണ സേവിതായേ നമ. ലക്ഷ്മി ദേവി ഇടതുവശത്തും സരസ്വതി ദേവി വലതുവശത്തുമായിട്ടിങ്ങനെ ചാമരം വീശിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെ? സജാമരമാവാണി സവ്യദക്ഷിണ സേവിതായ എന്ന നാമം വരുന്നത് അങ്ങനെയുള്ള ദേവിമാരാൽ സേവിക്കപ്പെടുന്നവളാണ് ദേവി എന്ന അർത്ഥത്തിലാണ്. നമുക്ക് അടുത്ത നാമം നോക്കാം. ആദിശക്തിയെ നമ. ആദിശക്തിയായ ദേവിക്ക് നമസ്കാരം. അടുത്ത നാമം അമേയായേ നമ എന്നാണ്. അളക്കാനാവാത്ത ദേവിയെയാണ് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിന്റെയും ഈ ബ്രഹ്മാണ്ഡ ലോകങ്ങളുടെയെല്ലാം അധിപതിയായ ദേവിയെ നമുക്ക് ഒരിക്കലും അളക്കാൻ കഴിയില്ല. അപ്പൊ ആ അർത്ഥത്തില് അതിനൊക്കെ കാരണമായ ദേവിയാണല്ലേ. അപ്പൊ നമുക്ക് അളക്കാൻ കഴിയാത്ത ദേവിയായ ശ്രീ മഹാദേവിയെ നമ്മള് അമേയായ അല്ലെങ്കിൽ അമേയ എന്ന നാമാർത്ഥത്തിൽ പറയുന്നു. ആത്മനേ നമ. നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളും, അല്ലെ, എല്ലാ ജീവനുള്ള വസ്തുക്കളിലും ആത്മാവായിരിക്കുന്നവൾ, ആത്മസ്വരൂപമായ ദേവിയെ കുറിച്ചാണ് ആ നാമാർത്ഥം പറയുന്നത്. നമുക്ക് അടുത്ത നാമം നോക്കാം. ഓം പരമായേ നമ. പരമസത്യമായ ദേവിയെ കുറിച്ച് പറയുന്നു, അല്ലെ? ബ്രഹ്മത്തിന്റെ എല്ലാം പരമസത്യമായിട്ടുള്ള ദേവി. അപ്പൊ അങ്ങനെയുള്ള ദേവിയെ നമുക്ക് പരമായ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കാം. പാവനാകൃതയേ നമ. ദേവിയുടെ പരിഭാവനമായ രൂപവും ചരിതവും, ആ ദേവിയെ നമ്മൾ ഉപാസന ചെയ്തുകൊണ്ട് ഉപാസന ചെയ്യുന്നവരും അതുപോലെ ആകുമെന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ദേവിയെ പാവനായേ എന്ന് പറയാം. പരിപാവനമായ, ശുദ്ധമായ എന്നൊക്കെ അർത്ഥം പറയുന്നു.
അടുത്ത നാമം അനേക കോടി ബ്രഹ്മാണ്ട ജനന്യേ നമ. അതായത് അനേകം കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. പണ്ടത്തെ മഹർഷിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അനേകം കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബ്രഹ്മാണ്ടങ്ങൾക്കെല്ലാം മാതാവായിട്ടുള്ളവൾ എന്നാണ് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. അടുത്ത നാമം നോക്കാം. ദിവ്യ വിഗ്രഹായേ നമ. ദിവ്യ വിഗ്രഹമായ ദേവിക്ക് നമസ്കാരം. നമ്മൾ ഇന്നൊരു നാമത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം ഒരു പുഞ്ചിരി മറ്റൊരാൾക്ക് പ്രകാശം പരത്തുന്ന രീതിയിൽ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പ്രകാശമാകുന്ന പുഞ്ചിരി നൽകുവാൻ ശ്രമിക്കുക. അപ്പൊ ഇന്ന് നമുക്ക് 621 വരെയുള്ള നാമാർത്ഥങ്ങളാണ് നമ്മൾ അറിഞ്ഞത്. ഇനി എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് അടുത്ത ദിനം നമുക്ക് അടുത്ത നാമങ്ങളുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.